ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റഞ്ചി വർഗീസ് അച്ഛൻ, പത്രാസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഡി ഫിലിപ്പ് അച്ഛൻ, ബഹുമാനരായ പട്ടക്കാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട റഞ്ചേശൻ പറഞ്ഞെടുത്തുനിന്ന് ഞാൻ തുടങ്ങട്ടെ. ഞാനും ഒരു അത്ഭുതമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ റീഹാബിൽ ഡിസംബർ മാസം 2-ാം തീയതി ഒരു ക്രിസ്മസ് കരോൾ സർവീസ് നടത്തപ്പെട്ടു. വെല്ലൂർ CMCയിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഡോക്ടേഴ്സും വന്ന് പാട്ടുകൾ പാടുകയും ക്രിസ്മസ് മെസ്സേജ് നൽകുകയും ചെയ്തു. ഈ ക്രിസ്മസ് കരോളിന് ശേഷം അന്ന് മെസ്സേജ് നൽകിയ ഡോക്ടർ CMCയിലെ അനസ്തേഷ്യ ഡോക്ടറാണ്. ആ മാഡം എന്നെ കണ്ട് എൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന അടയാളം കണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ, യു ആർ എ മിറക്കിൾ. കാരണം ഒന്നുകിൽ മരണപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ ഈ കൈകളെല്ലാം തളർന്ന അവസ്ഥയിൽ ഒരു ജീവച്ഛവമായി നിൽക്കാമായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിടുവിപ്പാൻ കഴിയുന്ന ശക്തനായവനിലാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത്. ഏപ്രിൽ മാസം 2-ാം തീയതി ഒരു വീഴ്ചയെ തുടർന്നുണ്ടായ അപകടം ചെറിയ വീഴ്ചയായിരുന്നു, എന്നാൽ അപകടം വലിയതായിരുന്നു. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഏകദേശം 65 ദിവസത്തോളവും, തുടർന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1.5 മാസത്തോളവും, വെല്ലൂർ റീഹാബിൽ 4.5 മാസത്തോളവും, അങ്ങനെ 9-9.5 മാസത്തോളമായി ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. ഏപ്രിൽ മാസം 2-ാം തീയതി രാത്രി ഒരു ഓപ്പറേഷൻ, ഏപ്രിൽ 4-ന് ഒരു ഓപ്പറേഷൻ, ഇങ്ങനെ 2 ഓപ്പറേഷൻ എൻ്റെ കഴുത്തിന് പുറകിലും മുന്നിലുമായി ചെയ്തു. കുറേ ദിവസങ്ങളെടുത്തു ഞാനൊന്ന് നോർമലായി വരുവാൻ തക്കവണ്ണം. പിന്നീട് 20 ദിവസത്തോളം, 20-ാമത്തെ ദിവസം ഏകദേശം വെന്റിലേറ്ററൊക്കെ മാറ്റാം എന്നുള്ള ഒരു അവസ്ഥ വന്നു. അതിൻ്റെ വ്യാപ്തിയൊക്കെ കുറച്ച് 1 മണിക്കൂർ വെന്റിലേറ്ററിലും തുടർന്ന് വെന്റിലേറ്റർ മാറ്റി തനിയെ ശ്വസിക്കുവാനും അങ്ങനെയുള്ള ഒരു അനുഭവത്തിലായി. 21-ാം തീയതി രാവിലെ എൻ്റെ ഭാര്യ എന്നെ കാണുവാൻ വന്ന അനുഭവം. രാവിലെ 7:30 മണിക്കാണ് അവിടെ NICUവിൽ ബൈസ്റ്റാൻഡേഴ്സിനെ രോഗികളെ കാണിക്കുന്നത്. 9 രോഗികളാണ് NICUവിലുള്ളത്. രാവിലെ എൻ്റെ സമീപം എൻ്റെ ഭാര്യ വരുവാണെങ്കിൽ, അവിടെയുള്ള ആരെങ്കിലും വരും, അച്ഛന്മാരോ എൻ്റെ പ്രിയപ്പെട്ടവരോ വന്ന് കാണും. എന്നാൽ 21 എല്ലാ ദിവസവും എൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ വന്ന് പാട്ടുകൾ പാടും, വാക്യങ്ങൾ പറയും, പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകും. എന്നാൽ 21-ാം തീയതി 21-ാം ദിവസം രാവിലെ ഈ പാട്ടുകൾ പാടുന്ന അനുഭവത്തിലും പ്രാർത്ഥിച്ച അനുഭവത്തിലൊന്നും ഞാൻ അങ്ങനെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. എല്ലാ ദിവസങ്ങളിൽ എനിക്ക് സംസാരിക്കാനൊക്കത്തില്ലെങ്കിലും ചുണ്ടുകൊണ്ട് ആ പാട്ടുകൾ പാടുവാൻ ശ്രമിക്കുമായിരുന്നു. വചനങ്ങൾ പറയുമ്പോൾ ആ വചനം ഇടയ്ക്ക് എവിടെയെങ്കിലും നിന്ന് പോയാൽ അത് പൂരിപ്പിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞാനൊന്നും അങ്ങനെ കാര്യമായി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, 1 മണിക്കൂറായി. എൻ്റെ ചുണ്ടുകൊണ്ട് അവളോട് സംസാരിച്ചു. 1 മണിക്കൂറായി വെന്റിലേറ്റർ മാറ്റിയിട്ട്. വെന്റിലേറ്റർ ഇനിയും
പുനഃസ്ഥാപിക്കേണ്ട സമയമായി. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെ നിന്ന് നഴ്സുമാരോടൊക്കെ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഏതാണ്ട് പ്രയാസമുണ്ട്, ഞാൻ എന്നും കാണുന്നത് പോലെയല്ല. അപ്പോൾ അവർ വന്ന് മോണിറ്ററിലൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിലേക്ക് താണ്ടുപോയി. എൻ്റെ ഹാർട്ട് റേറ്റൊക്കെ വളരെ കുറഞ്ഞ് വന്നു. ഈ അവസ്ഥ കണ്ടു നിൽക്കുവാൻ സാധിക്കാതെ എൻ്റെ ഭാര്യ ആ ICUവിൽ നിന്ന് ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ അവിടുത്തെ നേഴ്സ് എൻ്റെ ദേഹത്ത് കയറിയിരുന്ന് CPR ഒക്കെ തന്നു. കുറേ നേരം കഴിഞ്ഞ് എനിക്ക് നോർമൽ പഴയ അവസ്ഥയിലേക്ക് വരുവാൻ സാധിച്ചു. പിന്നീടാണ് മനസ്സിലായത് അതൊരു കാർഡിയാക് അറസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ മാസമാണ് അറിഞ്ഞത് ഒരു കാർഡിയാക് അറസ്റ്റാണ് അന്ന് സംഭവിച്ചതെന്ന്. മരണപ്പെടാവുന്ന സാഹചര്യം, ദൈവം തന്ന വിടുതൽ. എന്നാൽ ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ ഹാർട്ട് റേറ്റ് എപ്പോഴും ബിലോ 40, 40 താഴെയാണ്. അതുപോലെ തന്നെ കിംസിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് നോർമലായി ഇനി ശ്വസിക്കുവാൻ സാധിക്കുകയില്ല, ലൈഫ് ലോങ് ഒരു മിനി വെന്റിലേറ്റർ അച്ഛന് വേണം എന്ന് പറഞ്ഞു. ദൈവം എത്ര വലിയവനാ! നമ്മൾ ആരല്ല വിശ്വസിക്കുന്നത്? എന്നാൽ എൻ്റെ ദൈവം വാക്കുമാറാത്തവനാ. വിളിച്ച ദൈവം വിശ്വസ്തനാ. എൻ്റെ ഹാർട്ട് റേറ്റ് താന്ന അനുഭവങ്ങളിൽ പേസ് മേക്കർ വെക്കണം എന്ന് കിംസിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നാൽ മഹാവൈദ്യനായ കർത്താവ് എനിക്ക് തനിയെ ശ്വസിക്കുവാൻ, 40-ാം ദിവസം വെന്റിലേറ്റർ മാറ്റുവാൻ, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ നിരീക്ഷിക്കുവാൻ 2 ദിവസം ഫുൾ ഏതോ മിഷൻ ഘടിപ്പിച്ചു. തുടർന്ന് പേസ് മേക്കർ ഒക്കെ വന്ന ഡോക്ടർ തന്നെ വന്ന് പറഞ്ഞു, അച്ഛന് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കിംസിലായിരുന്നപ്പോൾ വെല്ലൂർ CMC ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിനോജ് വർഗീസ് അച്ഛൻ്റെ ഭാര്യ റീബ കൊച്ചമ്മയും കൂടെ ഈ റിപ്പോർട്ടുമായി ജോർജ് തരിയൻ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അച്ഛൻ സംസാരിക്കുമോ? പറഞ്ഞു, സംസാരിക്കും. പിന്നെയും ചോദിച്ചു, അച്ഛൻ ക്ലിയറായിട്ട് സംസാരിക്കുമോ? എൻ്റെ ഭാര്യ പറഞ്ഞു, സംസാരിക്കും, ഞാൻ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നീട് തിരക്കിയ അനുഭവത്തിൽ ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, സംസാരശേഷി നഷ്ടപ്പെടും. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചു. പേസ് മേക്കർ വേണമെന്ന് പറഞ്ഞു, ലൈഫ് ലോങ് വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞു, സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ജീവനുള്ള ദൈവം, ശക്തനായവൻ എന്നെ ഇത്രത്തോളം സഹായിച്ചു. അച്ഛൻ പറഞ്ഞ പോലെ ഇനി ഞാൻ നിവർന്നു ദൈവത്തെ സ്തുതിക്കും. അവൻ വാക്കുമാറാത്തവനാ, അവൻ വിശ്വസ്തനാ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ അതിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ വെളുപ്പാടും കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂട് കൊത്തിപ്പൊളിച്ച് ഈ കുഞ്ഞുങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കും.
അതുപോലെ ദൈവം നമ്മുടെ കൂട് ഒന്ന് കൊത്തിപ്പൊളിച്ചു എന്ന് വരാം. നമ്മൾ സുരക്ഷിതമെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ നമ്മൾ ഇനിയും ആരെ കൊണ്ട് ഇതൊക്കെ, അല്ലെങ്കിൽ ഇതിൽ എന്നെ തകർക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ, ചില പരീക്ഷകൾ വരും. എന്നാൽ ആ പരീക്ഷയിൽ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്ന അനുഭവങ്ങളിലും എനിക്ക് വീൽ ചെയറിലൊന്നും അധികം ഇരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കുറച്ച് നേരെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രഷർ ഡൗൺ ആകും, പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് മാറിപ്പോകും. എൻ്റെ റീഹാബിലായിരുന്ന ഏകദേശം 1.5 മാസത്തോളം എനിക്ക് ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലായിരുന്നു. കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് ഞാൻ മയങ്ങും. തെറാപ്പിസ്റ്റുകൾ പറയും റെസ്റ്റ് എടുത്തോളാൻ പറയും. പിന്നീടാണ് ഒന്ന് നോർമലായി, പ്രഷറൊക്കെ നോർമലായി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുവാൻ സാധിച്ചത്. ഈ കൈക്കൊന്നും ഇത്രയും ബലമില്ലായിരുന്നു. എന്നാൽ ദൈവം ഇത്രത്തോളം ആരോഗ്യവും ബലവും തന്നു. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ആരില്ല വിശ്വസിക്കുന്നത്, വിശ്വസിക്കുന്നത്? അവൻ നിത്യ ദൈവം. പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, അവൻ നിത്യദൈവം, വാക്കുമാറാത്തവൻ. യൗവനക്കാർ തളർന്നു പോകും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നാൽ അച്ഛൻ പറഞ്ഞതുപോലെ അവൻ വിടിവിപ്പാൻ ശക്തനാ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഈ ഒരു വലിയ ദൂത് മാത്രമേ ഉള്ളൂ. ആരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്? അവൻ ശക്തനാ, വിടിവിപ്പാൻ കഴിയുന്നവനാ. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അവൻ താണുപോകുവാൻ, വീണു പോകുവാൻ, വീണാലും നിലം പരിചാകുവാൻ അവൻ ഒരിക്കലും നമ്മെ ഇടയാക്കിയില്ല. ഞങ്ങൾ വെല്ലൂർ റീഹാബിലായിരുന്ന അനുഭവങ്ങളിൽ അവിടുത്തെ ചാപ്പലിൽ എല്ലാ ദിവസവും വൈകിട്ട് പോയി കുറേ പാട്ടുകൾ പാടും, പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മുറിയിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഞങ്ങളെ ആശ്വസിപ്പിച്ച പാട്ടുകളിൽ ഒന്നാണ് താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. ബിക്കോസ് ഹി ലീവ്സ് all fears gone. Because I know he holds my future and life is worth the living just because he lives. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എൻ്റെ ഭാര്യയുണ്ട്, അവളുടെ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ആ പാട്ടിൻ്റെ സ്റ്റാൻസ പാടാം. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്ന് ഈ 9 മാസത്തോളം എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ വെല്ലൂർ റീഹാബിലായിരുന്നപ്പോൾ ഒരു എൽദോയെ കണ്ടാൽ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന മുഖശോഭയാണ്. കുവൈറ്റിൽ നേഴ്സായിരുന്നു എൽദോ. എറണാകുളം സ്വദേശിയാണ്. എൽദോയുടെ പിതാവാണ് എൽദോയെ ശുശ്രൂഷിക്കുന്നത്. എൽദോയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും, 2 പേരും കുവൈറ്റിൽ നേഴ്സായിരുന്നു, 2 ആൺകുഞ്ഞുങ്ങൾ. ഈ പിതാവ് രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഈ മകന് വേണ്ടുന്നതെല്ലാം, രാവിലെ കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കും. വെല്ലൂർ റീഹാബിലെ അവിടുത്തെ തെറാപ്പി ആരംഭിക്കുന്നത് രാവിലെ 8 മണിക്കാണ്. നമ്മുടെ സ്കൂൾ പോലാണ്, 8 തൊട്ട് 10 മണി വരെ, 10:30 തൊട്ട് 12:30 വരെ, പിന്നെ 2 തൊട്ട് 4:00 വരെ. ഇങ്ങനെയാണ് അവിടുത്തെ തെറാപ്പി സെഷൻ. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ബെല്ലടിക്കും, എല്ലാവരും
തെറാപ്പി റൂമിൽ കയറും. അപ്പോൾ ഈ എൽദോയെ പിതാവ് എല്ലാ ദിവസവും രാവിലെ 4 മണി 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് വേണ്ടതെല്ലാം രാവിലത്തേക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കും. അരി അടപ്പത്തിടും, തെർമൽ കുക്കറിനകത്ത് വെച്ച് 10 മണിയാകുമ്പോൾ വരുമ്പോൾ രാവിലത്തെ ഉണ്ടാക്കിയതെല്ലാം രാവിലത്തേക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കും. പിന്നീട് അരി ഊറ്റി ഇടും. പിന്നെ 12:30 വരെക്ക് വരുമ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ എൽദോയുടെ പിതാവും വീൽ ചെയറിൽ മിക്കവാറും ഞങ്ങളുടെ റൂമിൽ വരും. എൽദോ വരുന്നത് ഒരു വേദോത്സവം പഠിച്ചുകൊണ്ട്. ഈ പിതാവ് എത്ര അനുഗ്രഹമായിട്ടാണ് ഈ മകനെ നോക്കുന്നത്. മാതാവ് മരിക്കപ്പെട്ടിട്ട് 16 വർഷമായി. ഇവർ 3 ആൺമക്കളായിരുന്നു. അതിൽ രണ്ടാമത്തെ ആൾ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. മൂത്ത മകനാണ് എൽദോ. വേറൊരു മകൻ അവർ വിദേശത്ത് കുടുംബമായി താമസിക്കുന്നു. എൽദോയ്ക്ക് ഒരു ചെറിയ പനി പിടിച്ചതാണ്. പനി ഉണ്ടായി, അത് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്തു, ദേഹമാകെ തളർന്നുപോയി. അങ്ങനെയുള്ള അനുഭവത്തിലാണ് റീഹാബിലായിരിക്കുന്നത്. എന്നാൽ വലിയ മാറ്റമൊന്നുമില്ലാതെ എൽദോയും പിതാവും ഭവനത്തിലേക്ക് മടങ്ങി. ആ മടങ്ങുന്ന അന്ന് ഉച്ചയ്ക്ക് ഈ പിതാവ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാൽക്കൽ പിടിച്ച് പറഞ്ഞു, അച്ഛാ, ഞാൻ മരിച്ചു പോകുവാൻ പ്രാർത്ഥിക്കണം. അച്ഛാ, ഞാൻ മരിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറയുന്നത്? എൻ്റെ ഭാര്യ മരിച്ചിട്ട് 16 വർഷമായി. ഒരു മകൻ വെള്ളത്തിൽ വീണ് മരിച്ചു. മൂത്ത മകൻ ഇങ്ങനെ ആയിരിക്കുന്നു. ഈ മകനോട്, എൽദോയോട്, അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ 2 ആൺമക്കളാണ്. കണ്ണിൽ നിന്ന് കുടുകൂടെ ആ വെള്ളം വീഴും. ഞങ്ങൾ മനസ്സിലാക്കിയത് എൽദോയുടെ ഭാര്യയുമായിപ്പോൾ ഈ ഒരവസ്ഥയായപ്പോൾ ഭാര്യ വലിയ ബന്ധമൊന്നുമില്ലാതെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ്. ലോകത്തിൽ പ്രിയപ്പെട്ടവർ എല്ലാം തള്ളിക്കളയും. അതുകൊണ്ട് ആ പിതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ, അച്ഛാ, ഞാൻ മരിച്ചു പോകുവാൻ പ്രാർത്ഥിക്കണം. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. ഈ മകനെ ശുശ്രൂഷിക്കണം. ഈ മകന് വിടുതലുണ്ടാകും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ചാണ് ആ പിതാവിനെ നമ്മൾ വിട്ടത്, ഞങ്ങൾ ആ മുറിയിൽ നിന്ന് അയച്ചത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നവരും കാണാത്തവരും നമ്മളെ തള്ളിക്കളയുന്ന അനുഭവങ്ങളിൽ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഓർക്കുവാൻ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഓർക്കുവാൻ, ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പാടാം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. അനാഥനല്ല ഞാൻ,
അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. പ്രത്യേകിച്ച് ഈ സമയത്ത് മാർത്തോമാ സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് സഭയാണ്. അപ്പോൾ എൻ്റെ മെത്രാപ്പോലത്തെ തിരുമേനി വേണ്ടതെല്ലാം ആവശ്യ സമയത്ത് നൽകുവാൻ, അദ്ദേഹത്തെ വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം ചോദിക്കും, അച്ഛാ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഞാൻ ചെയ്യേണ്ടതായിട്ട് വല്ലതുമുണ്ടോ? അങ്ങനെ നിരന്തരമായി അന്വേഷിക്കുകയും വേണ്ടതൊക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. സഭയിലെ തിരുമേനിമാർ മിക്കവരും വെല്ലൂരിലും കിംസിലും വന്ന് എന്നെ സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അവിടെ നിരന്തരമായ പ്രാർത്ഥന, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊട്ടാരക്കര തലച്ചിറ പള്ളിയിലായിരുന്നു. അവിടെ ആളുകൾ, എന്നെ കാണാത്ത എന്നെ അറിയാത്ത ആളുകൾ, അവർ നിലവിളിച്ചുള്ള പ്രാർത്ഥന. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കൊച്ചമ്മ നിലവിളിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ നിലവിളിച്ചു എന്ന്. ഈ സഭയിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. തുറന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കും. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം കേട്ടത്. പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തിരുസന്നിധിയിലായിരിക്കാൻ, നിന്നെ സ്തുതിക്കുവാൻ, ജീവനുള്ള ദേശത്ത് നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര നല്ലവനാ, അവിടുന്ന് എത്ര വല്ലവനാ. കർത്താവേ, ഞങ്ങൾക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. തെറ്റുപറ്റാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. കരം പിടിച്ച് നടത്തുന്ന ദൈവമുണ്ടല്ലോ. കുരുടനെ സൗഖ്യമാക്കുന്ന, മരിച്ചവനെ ഉയർപ്പിക്കുന്ന, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കുന്ന ശക്തനായവൻ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ദൈവമേ, അവനിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ, അവനിൽ വിശ്വസിച്ച് നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പകൽക്കാലം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കണമേ. അല്പസമയം ഞങ്ങൾ വചനത്തിന് മുമ്പിലായിരിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. വചനം കേട്ടനുസരിച്ച് നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കേൾക്കണമേ. ദ ഗ്രോത്ത് ഓഫ് അവർ ഫെയ്ത്ത് ജേർണി, വിശ്വാസ ജീവിതയാത്രയിലെ നമ്മുടെ വളർച്ച, ഈ ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് അല്പമായി വചനം സംസാരിക്കാം എന്നത്രേ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്ന ആ വിവരണമാണല്ലോ
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ തക്കോണം സാധിക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു തൻ്റെ അവസാന മണിക്കൂറിലേക്ക്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തിൽ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെ, കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കി അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വായിക്കുവാൻ തക്കോണം ഇടയാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന അടയാളങ്ങൾ അത് വെളിവാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവമഹത്വങ്ങളുടെ നിവൃത്തിയാണ് നമ്മൾ കാണുന്നത്. നല്ല ഇടയൻ്റെ ഉപമയിലൂടെ ഇതിൻ്റെ അടുത്ത അധ്യായം 10 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അവതരിപ്പിക്കുന്നു സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന നല്ല ഇടയനെക്കുറിച്ചാണ്. മറ്റ് അധ്യക്ഷന്മാരെക്കുറിച്ച്, മതാധ്യക്ഷന്മാരെക്കുറിച്ച് തന്നെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അവർ താരതമ്യപ്പെടുത്തുന്നത്? അപരിചിതരും കൊള്ളക്കാരും കവർച്ചക്കാരും എന്താ ചെയ്യുന്നത്? അവരെ കൊല്ലുവാനും മുടിപ്പാൻ, അറപ്പാൻ, നശിപ്പിക്കുവാൻ വരുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത്? അവർക്ക് ജീവനെ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ്റെ അനുഭവത്തിലേക്ക് അവരെ പ്രവേശിപ്പാനാണ് സാധിക്കുന്നത്. അപ്പോൾ അന്ധനെ സുഖപ്പെടുത്തുന്ന അനുഭവത്തിലും നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അവിടെ കാണുന്നുണ്ട്, അവനെ പുറത്താക്കി എന്ന് യേശു 35 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അന്ധനെ പുറത്താക്കി എന്ന് യേശു കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൻ ആരാകുന്നു? നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അപ്പോൾ പരീശന്മാർ, പള്ളിപ്രമാണിമാർ അവനെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അവനെ തന്നിലേക്ക് ആദായപ്പെടുത്തുവാൻ, തന്നിലേക്ക് ചേർക്കുവാൻ ഇവിടെ കർത്താവ് ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഇവിടെ യേശുവിൻ്റെ ധീരമായ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. യേശു 2 പ്രഖ്യാപനങ്ങളാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഒന്നാമത് പറയുന്നത് അതിൻ്റെ 4 വാക്യം, 9 അധ്യായം 4 വാക്യം ഒന്ന് വായിക്കാം. മതി. എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം ഞാൻ ചെയ്യണം എന്ന് പറയുന്നത്. പകൽ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഭൂമിയിൽ ജീവിക്കുവാൻ നൽകിയിരിക്കുന്ന ജീവിത കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നു, എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം, അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുവോളം എൻ്റെ അയച്ചവൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നു. ആർക്കും ഒരിക്കലും പ്രവർത്തിക്കാത്ത രാത്രി മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുക, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ഞാൻ പകലായിരിക്കുവോളം ചെയ്യണം. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. രണ്ടാമത് ഇവിടെ പറയുന്നു, അതിൻ്റെ 5 വാക്യം, അപ്പോൾ ഇവിടെ പറയുന്നു, രണ്ടാമത് പറയുന്നത് എന്താണ്? ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ, പകലിൻ്റെ പ്രവൃത്തികൾ, അത്
നിറപടിയായി നിറവേറ്റുക, അത് നമ്മിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ആ പ്രവർത്തികൾ തുടരുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ മുദ്രാവാക്യം വിളിക്കും. കാൽവറിക്കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തിയ ദീപം, ഇന്നും നാളെയും അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഘോരഘോരം നമ്മൾ പറയുന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്, കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്യണം. അപ്പോൾ ഞാനും നിങ്ങളും വെളിച്ചത്തിനുള്ളവരാ. വെളിച്ചത്തിൻ്റെ പ്രവർത്തികൾ ഞാനും നിങ്ങളും ചെയ്യണം. ഓരോ വിശ്വാസിയും ആ വലിയ ദൗത്യം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ 2 പ്രഖ്യാപനങ്ങൾ. ഒന്ന്, എന്താണ് പറയുന്നത്? പകലായിരിക്കുവോളം ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യണം. 2, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മിലേക്ക് പകർന്നിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ മക്കളായി ശോഭിപ്പാൻ സാധ്യമായി തീരണം. ഇനിയും ഇവിടെ യേശു ചെയ്യുന്ന പ്രവർത്തികൾ എന്തെല്ലാമാണ്? യേശുവിൻ്റെ നടപടികൾ എന്തെല്ലാമാണ്? നമ്മൾ അവിടെ വായിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട്, 6-ാമത്തെ വാക്യം വായിക്കാം. മതി. അപ്പോൾ 2 കാര്യങ്ങൾ. അവൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി. 2, അവൻ്റെ കണ്ണുകളിൽ ചേറ് പൂശി. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹം കുളത്തിൽ പോയി കഴുകുക, അപ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാകും, നിനക്ക് കാഴ്ച പ്രാപിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയതുപോലെ ഇവിടെ നിലത്ത് തുപ്പിച്ചേറുണ്ടാക്കി മനുഷ്യൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയതുപോലെ ഈ മനുഷ്യൻ്റെ അവന് കാഴ്ച നൽകുവാൻ തക്കോണം ഇടയായിത്തീരുന്ന അനുഭവം. അപ്പോൾ അന്ധതയിലായിരിക്കുന്ന മനുഷ്യകുലത്തിന് പ്രകാശം നൽകുന്ന അനുഭവം. 2 ദർശനങ്ങളാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഒന്ന്, ഭൂമിയിൽ ജീവനും പ്രകാശവും നൽകുന്ന സൂര്യനെ ദർശിക്കുവാൻ ഈ മനുഷ്യന് സാധ്യമായി തീരുന്നു. 2, ലോകത്തിൻ്റെ നിത്യപ്രകാശമായ നീതി സൂര്യനായ കർത്താവിനെ കാണുവാൻ അവന് സാധിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ കർത്താവ് ഇവിടെ ചെയ്യുന്നു. നിലത്ത് തുപ്പി ചേറുണ്ടാക്കുന്നു. 2ാമത് ചേർ അവൻ്റെ കണ്ണിൽ പൂശുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ പോയി ശീലോഹം കുളത്തിൽ. അങ്ങനെ കാഴ്ച പ്രാപിക്കുന്ന അനുഭവത്തിൽ 2 ദർശനങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, അവന് ലോകത്തിൽ ജീവനും പ്രകാശവും നൽകുന്ന സൂര്യനെ കാണുവാൻ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. 2, ലോകത്തിൻ്റെ നീതി സൂര്യനായ നിത്യപ്രകാശമായ യേശുവിനെ കാണുവാൻ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഇനിയും നമ്മൾ ഈ ഭാഗത്തെ ചില ആളുകളെ ഒന്ന് പരിചയപ്പെടുവാൻ പോവുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് പല ആളുകളെ കാണുവാൻ തൊക്കെ സാധിക്കും. ആരെല്ലാമാണ്? ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു. 2, പിറവിയിലെ കുരുടനായ മനുഷ്യൻ. 3, യേശുവിൻ്റെ ശിഷ്യന്മാർ. 4, അവൻ്റെ അയൽക്കാരും അവൻ്റെ പരിചയക്കാരും. 5, അവൻ്റെ മാതാപിതാക്കൾ. ഈ 5 ആളുകളെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ഒന്ന് ചിന്തിക്കാം. നാം ഒന്ന് ചിന്തിക്കുന്ന സേവ്യാസംഘത്തിൻ്റെയും ഇടവ മിഷൻ്റെയും ഒക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ. നാം ഏത് ഭാഗത്താണ്, ആരോടൊപ്പമാണ് ഞാനും നിങ്ങളും എന്ന് ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മൾ വൈകിട്ട് 8 മണിയാകുമ്പോൾ ടി വിയുടെ മുമ്പിൽ എല്ലാവരും ഇരിക്കും. എന്തിനാണ്? ചർച്ച കാണുവാൻ. അപ്പോൾ അവതാരകൻ ഒരു വിഷയം അവതരിപ്പിക്കും. 4 ഭാഗത്തു നിന്ന് 4 തരത്തിലുള്ള
ചിന്താഗതികൾ, അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഈ സംഭവത്തെ നോക്കിക്കാണുന്ന ചില ആൾക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് ഞാൻ അതിലേത് ഭാഗത്താണ് ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ മീറ്റിങ്ങിൽ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്നാമതായി കർത്താവിൻ്റെ ശിഷ്യന്മാരിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോൾ ശിഷ്യന്മാരുടെ മനോഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ ഇവിടെ കാണുന്നത്? കർത്താവേ, ഇവനെ ഇങ്ങനെ ആയിരിക്കാൻ ആരാണ് പാപം ചെയ്തത്? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? ഇവരെ സംബന്ധിച്ച് ഇവൻ കുരുടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു വേദശാസ്ത്രപരമായ വിഷയമാണ്. ഇവനോ അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇവൻ പാപിയാണ്, ഇവനിലൊന്നും ചെയ്യണ്ട, നമുക്ക് ഈ പാപിയായ മനുഷ്യനെ വിട്ട് കടന്നു പോകാം എന്ന് ചിന്തിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, മനസ്സലിവില്ലാത്ത ഒരു സമൂഹം. അവരെ സംബന്ധിച്ച് ഇത് വേദശാസ്ത്രപരമായൊരു വിഷയമാണ്. ഇവൻ ഇങ്ങനെ ആയിരിക്കുവാൻ ഇവൻ പാപിയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന് ഇവിടെ ശിഷ്യന്മാർ. അപ്പോൾ ജീവിതത്തിൽ കാണുന്ന ദുരിതത്തിൻ്റെയും തിന്മയുടെയും ഉത്ഭവസ്ഥാനം പാപമാണ് എന്ന് ഈ മനുഷ്യർ അവർ വിലയിരുത്തിയ ഈ മനുഷ്യൻ്റെ കഷ്ടാനുഭവമല്ല. ദീർഘനാളുകളായി ഈ മനുഷ്യൻ കണ്ണു കാണാതെ, നമുക്കറിയാം ഈ കണ്ണില്ലാത്തപ്പോഴാണ് നമ്മൾ പറയും കണ്ണില്ലാത്തപ്പോഴാണ് നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ എന്നാലും പറയും കണ്ണില്ലാത്തപ്പോഴറിയാം അതിൻ്റെ വില എന്ന് പറയും. അപ്പോൾ കണ്ണില്ലാത്തവനെ അവൻ്റെ വേദന അറിയുള്ളൂ. ഇവിടെ ഒരു മനുഷ്യൻ ദീർഘനാളുകളായി കണ്ണു കാണാതെ അവൻ വേണമെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, അവൻ്റെ മനസ്സറിയുന്ന, അവൻ്റെ മനസ്സലിവറിയുന്ന ശിഷ്യന്മാർ ഇവിടെ ഈ മനുഷ്യനെക്കുറിച്ച് പറയുക. എന്താ പറയുന്നത്? ഇവൻ പാപിയ. എന്നാൽ കർത്താവ് പറയുന്ന മറുപടി എന്താ? ഇവനെങ്കിലോ ഇവൻ്റെ അമ്മയപ്പന്മാരെങ്കിലോ പാപം ചെയ്തിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവൻ്റെ വെങ്കൽ വെളിപ്പെടുവാനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടുവാനാണ് ഇവൻ ഇന്ന് എൻ്റെ മുമ്പിലായിരിക്കുന്നത് എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. ആർദ്രതയില്ലാത്ത ഒരു സമൂഹം, മനസ്സലിവില്ലാത്ത അനുഭവം. നമ്മളും പലപ്പോഴും പലരെയും കാണുമ്പോൾ ഇവൻ അങ്ങനെ തന്നെ വരണം, അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ അനുഭവമാണ് കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ ഒരുക്കമുള്ളവരാ. മറുരൂപരുടെ അനുഭവത്തിൽ അവർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഇവിടെ നമുക്ക് പാർക്കാം. എന്നാൽ താഴ്വരയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ഒരു പിതാവ് കർത്താവിൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കാം. കർത്താവ് സൗഖ്യമാക്കി. എന്നിട്ട് പറയുന്നുണ്ട്, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. അപ്പോൾ ഒന്നാമത്തെ കൂട്ടരാരാണ്? കർത്താവിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നവരാ. മനസ്സലിവില്ലാത്ത, ആർദ്രതയില്ലാത്ത,
ഒന്നും പ്രവർത്തിക്കാതെ കർത്താവിനോട് പറയാം, കർത്താവേ ഇവൻ പാപിയാ, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന അനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കൽ വെളിവാകുവാനാണ് എന്ന് കർത്താവ് പറയുന്നു. രണ്ടാമത് നമ്മൾ ഇവൻ്റെ അയൽക്കാരെക്കുറിച്ച്, പരിചയക്കാരെക്കുറിച്ച് 9-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അടുത്ത വാക്യം കൂടെ പറഞ്ഞു മതി. അവിടെ പറയുന്നത് എന്താണ്? അവൻ്റെ അയൽക്കാരും അവനെ മുമ്പ് ഇരിക്കുന്നവരായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു അവനാണ്, അന്നേരം മറ്റു ചിലർ പറഞ്ഞു അവനല്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അവിടെ ഇരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ മനോഭാവം എന്താണ്? സത്യം മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കുവാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം. നമ്മൾ ഇതിൻ്റെ താഴോട്ട് വായിക്കുന്ന അനുഭവത്തിൽ നമ്മൾ ഇതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ. അപ്പോൾ അവൻ്റെ അയൽക്കാർ, അവൻ്റെ പരിചയക്കാർ ദിവസവും അവനെ കാണുന്നവരാ. അവൻ കാണുമ്പോൾ എന്താ കാണുന്നത്? അന്ധരായിരിക്കുന്ന മനുഷ്യൻ അവിടെ മുമ്പിൽ കൈനീട്ടി വല്ലതും തരണേ എന്ന് പറയുന്ന അനുഭവം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെയായിരിക്കുന്നു? അവൻ കണ്ണ് കാണുന്നവനായി, ശോഭയുള്ളതായി കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു, നമ്മളെപ്പോലെ പറയുന്നു അവനാണല്ലോ അവിടെ ഇരുന്നത്. അപ്പോൾ മറ്റില്ല പറഞ്ഞു അവൻ അല്ല. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അവിടെ ഇരുന്നത്. ഒരിക്കൽ ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോഴോ ഞാൻ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ അയൽക്കാരെക്കുറിച്ച്, പരിചയക്കാരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഇവിടെ ദീർഘനാളുകളായി ഇരുന്നവനാണ്, എന്നാൽ അവർക്ക് അത് അംഗീകരിക്കുവാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കുവാൻ, അത് പ്രചരിപ്പിക്കുവാൻ തടസ്സം നിൽക്കുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് അവനെ ന്യായം വിധിക്കുവാൻ എന്ത് ചെയ്യുന്നു? പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്നു. സൂര്യഗീതം എന്ന കവിതയിൽ ONV കുറിപ്പ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കെട്ടുപോയി ഞങ്ങളിലെ വെളിച്ചം, കെടുത്തിയോ കെട്ടുവോ താനെ അറിവിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, എന്താണ്? ഞങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം കെട്ടുപോയി. അത് താനേ കെട്ടുപോയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കെടുത്തിയതാണോ ഇത്? അപ്പോൾ നമ്മൾ അറിഞ്ഞ സത്യത്തെ മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ കഴിവുള്ളവരാകണം. ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ദീർഘനാളുകളായി കണ്ണു കാണാതെ ഒരു ഭാഗത്ത് ഇരുന്ന മനുഷ്യൻ ഇന്ന് സൗഖ്യം പ്രാപിച്ച് ലോകത്തിന് പ്രകാശമായ ക്രിസ്തുവിനെ കണ്ട മനുഷ്യൻ, അത് അംഗീകരിക്കുവാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. മൂന്നാമതായി നമ്മൾ പരീശന്മാരെ കുറിച്ചാണ് കാണുന്നത്. 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. ഇനി വീണ്ടും 24-ാമത്തെ വാക്യം. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. 29 കൂടി. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ അന്ധനായിരുന്ന മനുഷ്യനെ 2 പ്രാവശ്യമാണ് പരീശന്മാർ വിളിച്ചു വരുത്തുന്നത്. ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്യുന്നു? പരിചയക്കാരും അയൽക്കാരും ഈ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. രണ്ടാമത് വീണ്ടും ഈ മനുഷ്യനെ, അന്ധനായിരുന്ന മനുഷ്യനെ അവർ വിളിച്ചു വരുത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഈ മനുഷ്യൻ ആരാണ്? പാപിയാണ്, അവൻ
ശബത്തിൽ സൗഖ്യമാക്കി. അതുകൊണ്ട് പാപിയായ മനുഷ്യരാണ് കർത്താവെന്ന് പരീശന്മാർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പരീശ മനോഭാവം എന്താണ്? എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ ഈ മനുഷ്യൻ അന്ധനായിരുന്നു. അത്ഭുതകരമായി അവൻ കാഴ്ച പ്രാപിക്കുന്നു. എന്നാൽ പിന്നീട് ഈ സത്യം നിരാകരിച്ച് അന്ധനായിരിക്കുന്നവൻ്റെ മാതാപിതാക്കളെ വിചാരണയ്ക്ക് വിധേയരാക്കുന്നു. കാരണം ശബത്തിൽ സൗഖ്യമാക്കുന്നത് പാപമാണ്, ശബത്ത് ലംഘിക്കുന്നത് പാപമാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, യേശു ആരാണെന്നും അവൻ എവിടെ നിന്ന് വന്നതാണെന്നും ഞങ്ങൾക്ക് അറിയാം. നമ്മൾ 24 വാക്യത്തിൽ ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്വയം അന്ധരായ പരീശന്മാർ മറ്റുള്ളവരെ അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു മനോഭാവം. നമ്മൾ വായിച്ച് അവസാന വാക്യം നിങ്ങൾ ഇതെങ്ങനെയാണല്ലോ കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 29 വാക്യം, കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടന്മാരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വയം അന്ധരായ പരീശന്മാർ, എല്ലാം അറിയാം എന്നുള്ളൊരു മനോഭാവം. ഇവർ പറയുന്നു, ഈ മനുഷ്യനോട് പറയുക, അവൻ ആരാണെന്നും അവൻ എവിടുന്ന് വന്നതാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞങ്ങൾക്കറിയാവുന്ന പോലെ നിനക്ക് അറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറയുമ്പോൾ അതിൻ്റെ 25 അവൻ പാപിയോ, 24 വാക്യം, 25 വാക്യം, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്ന ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നുണ്ട്. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആരായി പറയുന്നത്? അന്ധനായ മനുഷ്യനാ പറയുന്നത്. ആരോടാ പറയുന്നത്? പരീശന്മാരോട്. എല്ലാം അറിയാം എന്ന്, ന്യായപ്രമാണങ്ങളെല്ലാം അറിയാമെന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് ഈ കുരുടനായിരുന്ന മനുഷ്യൻ പറയുക, അവൻ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല, എനിക്കൊരു കാര്യം അറിയാം, എന്താ, ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടില്ല. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന, അപ്പോൾ ഏതു വിധേനയും കർത്താവിനെ കൊടുക്കണം, കർത്താവിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പരീശന്മാർ, കാഴ്ചയുണ്ടെന്ന് അഭിമാനിക്കുന്ന അനുഭവത്തിൽ കർത്താവ് ഇവരെ എങ്ങനെയാണ് വിളിക്കുന്നത്? കുരുടന്മാർ എന്ന് അവരെ സംബോധന ചെയ്യുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥ കുരുടൻ? ദീർഘനാളുകളായി കണ്ണ് കാണാതിരുന്ന ഈ മനുഷ്യനാണോ? അതോ എല്ലാം അറിയാം എന്ന് വിചാരിച്ചിരുന്ന് മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന, മറ്റുള്ളവരിൽ കുറ്റം വിധിക്കുന്ന ഈ പരീശന്മാരാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മൾ വായിച്ചു വാക്കി, കാണുന്നവർ കാൺമാനും കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടന്മാരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പരീശന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളും കുരുടന്മാരാണോ? അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം നിൽക്കുകയില്ല, എന്നാൽ നിങ്ങളിപ്പോൾ
കണ്ണ് കാണുന്നവരെന്ന് അഭിമാനിക്കുന്നവരാ, എല്ലാം അറിയുന്നവരെന്ന് അഭിമാനിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പരീശ മനോഭാവം, എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്നവർ, മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന അനുഭവങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. അടുത്തതായി കുരുടൻ്റെ മാതാപിതാക്കളെക്കുറിച്ചാണ്. 9-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. അതുകൊണ്ടത്രേ. അപ്പോൾ ഇവിടെ അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? സ്വയസുരക്ഷിതത്വം മാത്രം ചിന്തിക്കുന്നവരാ ഈ പരീശന്മാർ, യഹൂദന്മാർ. ഈ അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുക. എന്താ ചോദ്യം ചെയ്യുന്നത്? ഇവൻ എങ്ങനെ സൗഖ്യമായി? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ആ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ഇവൻ അന്ധനായിരുന്നു, അവന് സൗഖ്യം കിട്ടി. അതെങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവന് പ്രായമുണ്ട്, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. അവരെ പള്ളി ഭ്രഷ്ടരാക്കണമെന്ന്, യേശു കർത്താവെന്ന് ഏറ്റുപറയുന്നവരെല്ലാം പള്ളി ഭ്രഷ്ടരാക്കണമെന്ന് യഹൂദന്മാർ പറഞ്ഞ് ഒത്തിരുന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ. അപ്പോൾ സ്വയം സുരക്ഷിതത്വം മാത്രം ചിന്തിക്കുന്ന, ആര് നഷ്ടപ്പെട്ടാലും എനിക്ക് ഈ പള്ളിയിൽ മുഖ്യാസനം വേണം. അതുകൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റു പറയുവാൻ ഈ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ഇവർക്ക് പറയുമായിരുന്നു, ഈ എൻ്റെ മകൻ ദീർഘനാളുകളായി കണ്ണ് കാണാതെ അവൻ ലോകത്തിൽ വിഷമിച്ചു, എന്നാൽ യേശു എന്ന രക്ഷകൻ എൻ്റെ മകൻ്റെ കണ്ണ് തുറന്ന് അവന് സൗഖ്യം കൊടുത്തു, അവൻ രക്ഷകനാണ് എന്ന് വിളിച്ച് പറയാമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? അവരുടെ സുരക്ഷിതത്വം, പള്ളിയിൽ നിന്ന് പുറത്താകരുത്, തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടരുത്, ഏതു വിധേനയും ഈ സ്ഥാനം മുറുകെ പിടിക്കണം. ഈ ഒരു അനുഭവം നമ്മുടെ പല ഇടവ മിഷനിലും സേവാസംഘത്തിലൊക്കെ ഇങ്ങനെയുള്ള, എനിക്കുള്ള സ്ഥാനം പോകരുത്, എൻ്റെ സ്ഥാനം എപ്പോഴും സേഫായിരിക്കും, സുരക്ഷിതമായിരിക്കണം. അപ്പോൾ ഈ മാതാപിതാക്കൾ സ്വന്തം സുരക്ഷിതത്വം മാത്രം ചിന്തിച്ച് മകനെ ഇവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. അവരോട് പറയുക, എന്താ പറയുന്നത്? അവന് പ്രായമുണ്ട്, അവൻ പ്രായപൂർത്തിയായി, അവന് പറയാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവനോട് ചോദിക്കുക എന്ന് പറയുന്ന അവൻ്റെ മാതാപിതാക്കൾ. ഇനിയും നമുക്ക് ഈ അന്ധനായിരുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അപ്പോൾ നമ്മൾ 4 ആളുകളെ കുറിച്ച് ചിന്തിച്ചു. ആരൊക്കെയാണ്? ശിഷ്യന്മാർ, അവൻ്റെ അയൽക്കാർ, പരിചയക്കാർ, അവൻ്റെ പരീശന്മാർ, അവൻ്റെ മാതാപിതാക്കൾ. ഇനിയും ഈ കുരുടനായിരുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞുവല്ലോ, ദ ഗ്രോത്ത് ഓഫ് അവർ ഫെയ്ത്ത് ജേർണി, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച. അന്ധനായിരുന്ന ഈ മനുഷ്യൻ പരിപൂർണ സമർപ്പണത്തിലേക്ക് അവൻ വരിക. കർത്താവ് അന്ധനായിരിക്കുന്ന ഈ മനുഷ്യനെ 2 പ്രാവശ്യം കാണുന്നു. ആദ്യം പ്രാവശ്യം കാണുമ്പോൾ അവന് ചേറിൽ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നു, അവന് സൗഖ്യം കൊടുക്കുന്നു. രണ്ടാമത് അവനെ കാണുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ അവസാന ഭാഗ്യത്തിൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടുന്ന അനുഭവത്തിൽ യേശു അവനെ കാണുന്ന അനുഭവമാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ അവന് കാഴ്ച ലഭിക്കുന്നു, രണ്ടാമത് കാണുമ്പോൾ അവന്
അവൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു. അവൻ്റെ വിശ്വാസം വർദ്ധിക്കുന്ന അനുഭവം. അപ്പോൾ രണ്ടും കണ്ണ് തുറക്കുന്ന അനുഭവങ്ങളാണ്. ആദ്യം അവൻ്റെ പുറമേയുള്ള കണ്ണുകൾ തുറന്നു, രണ്ടാമത് അവൻ്റെ അകത്തെ കണ്ണുകൾ അവൻ തുറക്കുക. അവൻ ജീവൻ്റെ നാഥനെ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എല്ലാവരും എല്ലാ വശത്തു നിന്നും അവനെ ഞെക്കുകയാണ്, അവനെ ഞെരുക്കുകയാണ്. ശിഷ്യന്മാർ പറയുന്നവൻ ആരാണ്? പാപിയാണ്, അവൻ കുറവുള്ളവനാണ്. അവൻ്റെ അയൽക്കാർ പറയുന്നു, അവർ സൗഖ്യം കിട്ടിയപ്പോൾ അവൻ പറയുന്നു ഇവൻ ആയിരുന്നു ഇവിടെ ഇരുന്നത്. മറ്റു പറയുന്നു വേറെ ഒരു മനുഷ്യനാണ്. അവൻ പറയുന്ന അവനാണ്. അപ്പോൾ അവനെ കൊണ്ട് പരീശന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പരീശന്മാർ എല്ലാം കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ കൈയൊഴിയുക. അപ്പോൾ അവൻ വ്യക്തിപരമായി യേശുവിനെ അറിയുന്ന അനുഭവം, അവൻ്റെ അറിവിൻ്റെ വളർച്ച. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹോം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഇനി 17-ാമത്തെ വാക്യം. അവൻ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ഇനി 33. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ലാസ്റ്റ് 38. ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. മതി. ഇപ്പോൾ അവൻ്റെ അറിവിൻ്റെ വളർച്ച ആദ്യം പറയുന്നു. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി, ചേറിൽ എൻ്റെ കണ്ണിൽ പുരട്ടി. 2, അവൻ ആരാണ്? ഹീസ് എ പ്രോഫറ്റ്, അവനൊരു പ്രവാചകനാണ്. 3, അവൻ പറയുന്നു ദൈവത്തിങ്കൽ നിന്ന് വന്നവനല്ലാതെ ആർക്കും ഇങ്ങനെ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നു. അവസാനം അവൻ പറയുന്നു ഹീ ഈസ് ദ ലോർഡ്, അവൻ കർത്താവാകുന്നു. അപ്പോൾ ഒരു അന്ധനായിരുന്ന മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ച. ആദ്യം അവൻ പറയുന്നു യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ. 2, അവനൊരു പ്രവാചകനാണ്. 3, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത്. അവസാനം പറയുന്നു അവൻ കർത്താവാണ്, അവൻ വിടുവിക്കുവാൻ മതിയായവനാണ്. മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുവാൻ അവൻ ശ്രമിക്കുക. അവനാണ് ഒരു ചെറിയ പ്രസംഗം നടത്തുന്നത്. യേശുവിലേക്ക് ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? ഞാൻ അവൻ്റെ ശിഷ്യനാണ്. അവൻ വിളിച്ചു പറയുക, ഒരിക്കൽ ഞാൻ ആരായിരുന്നു? ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോഴോ എനിക്ക് കാഴ്ച പ്രാപിച്ചു, എനിക്ക് കാണുവാൻ സാധിക്കുന്നു. എൻ്റെ കണ്ണ് കർത്താവ് തുറന്നു. ഒരിക്കൽ ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ വിടുവിച്ച് നിലനിർത്തുന്ന ഒരു കർത്താവ്. പ്രിയ ദൈവജനമേ, ഈ പകൽക്കാലം നമ്മൾ ദൈവവചനത്തിന് മുമ്പിലായിരുന്ന അനുഭവങ്ങൾ, നാം ഏത് ഭാഗത്ത് നിൽക്കുന്നു? ഈ കുരുടനെ പോലെ വിശ്വാസത്തിൽ വളരുവാൻ, പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന് ഏറ്റുപറവാൻ, പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ ശക്തനായവൻ എന്നെ കൂടെയുണ്ട്. അവൻ എൻ്റെ പാറയാണ്,
അവൻ എന്നെ വിടുവിക്കുവാൻ കഴിയുന്നവനാണ്. അവൻ ദിനംതോറും എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ പരിപോഷിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ വകയാ. നിൻ്റെ ഇഷ്ടം എന്നിൽ പ്രവർത്തിക്കണമേ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ അങ്ങയുടെ കരങ്ങൾ തരിയുന്നു. എന്നെ മെനയണമേ, എന്നെ പണിയണമേ, നിനക്കിഷ്ടമാവണ്ണം എന്നെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.